അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഷഹാദത്ത് കലിമ ചൊല്ലിയതിനു ശേഷം പിന്നീട് അവൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരമെന്ന് പറയുന്നത്. ഈ നമസ്കാരത്തിലേക്ക് ബാങ്ക് കൊടുത്ത് നാം പള്ളിയിലേക്ക് പോകുന്നത് മുതൽ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ധാരാളം നിർബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങളും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട വളരെ ഗൗരവമായി കാണേണ്ട ഒരു പ്രബലമായ സുന്നത്താണ് സുത്രത്തുൽ മുസല്ലി അഥവാ നമസ്കരിക്കുന്നവൻ്റെ മറ എന്നുള്ളത്. എന്നാൽ നമുക്ക് നമ്മളിൽ തന്നെ ചിലരെ കാണാൻ സാധിക്കും. അവർ പള്ളിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ പള്ളിയുടെ അവസാന സ്വഫിലായിക്കൊണ്ട് അല്ലെങ്കിൽ പള്ളിയുടെ നടുവിലെ സ്വഫിലായിക്കൊണ്ട് അവരുടെ മുന്നിൽ ഒരു മറയുമില്ലാതെ അവർ നമസ്കരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നമസ്കാരം ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ തഖ്വയോടുകൂടി നമസ്കരിക്കുവാൻ വേണ്ടി അവൻ്റെ മുന്നിൽ ഒരു മറ സ്വീകരിക്കുന്നതാണ് നല്ലത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ മറയുടെ അനിവാര്യതയെക്കുറിച്ച് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടൊരു ഹദീസാണ് ഇദാ സൊല്ല അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ ഫൽ യുസല്ലി ഇലാ സുത്ര, അതൊരു മറയിലേക്ക് നമസ്കരിക്കട്ടെ എന്ന്, വൽ എദിനു മിൻഹ, എന്നിട്ട് അതിലേക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അതായത് നാം നമസ്കരിക്കുമ്പോൾ അത് പള്ളിയിലായിരുന്നാലും വീടുകളിലായിരുന്നാലും എവിടെയായിരുന്നാലും മുന്നിലൊരു മറ വെച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ മറയിലേക്ക് ചേർന്ന് നിൽക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മറയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നാം എന്താണ് നമ്മുടെ മുന്നിൽ മറയായി സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മറയ്ക്ക് എത്ര അകലമാണ് വേണ്ടത് എന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമതായിക്കൊണ്ട് നാം എന്താണ് മറയായി സ്വീകരിക്കേണ്ടത്. ഉദാഹരണത്തിന് നാം പള്ളിയിൽ വരുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ പള്ളിയിൽ നമസ്കരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നുണ്ടാവും. എങ്കിൽ അവരുടെ പുറകെ നിന്നുകൊണ്ട് അവരെ മറയായിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാമെന്നാണ്. അതുപോലെ പള്ളിയുടെ ചുമർ, തൂണ്, കസേര തുടങ്ങി ഒരു മുഴം നീളമുള്ള എന്തും നമുക്ക് നമ്മുടെ മുന്നിൽ മറയായി വെച്ച് നമസ്കരിക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിക്കൊണ്ട് നാം എത്ര അകലമാണ് നമ്മുടെ മറയായി സ്വീകരിക്കേണ്ടത്, എത്ര അകലമാണ് നമ്മുടെ മറയ്ക്ക് വേണ്ടത് എന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഅൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ എത്രയാണ് അകലമായി സ്വീകരിച്ചത് എന്നാൽ പ്രവാചകൻ്റെ മുസല്ലയും അതുപോലെ ചുമരും അതിൻ്റെ നടുവിൽ ഒരാടിന് എത്ര സൗകര്യമായി പോകാനുള്ള അത്രയും സ്ഥലം പ്രവാചകൻ്റെ മറയുടെ അകലമായിരുന്നു എന്നാണ്. അതായത് നമുക്ക് സുജൂദ് ചെയ്യാൻ എത്ര സ്ഥലമാണോ ആവശ്യം അത്രയാണ് നാം മറയുടെ അകലമായി വെക്കേണ്ടതെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം പള്ളിയിൽ വരികയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു മറയോടുകൂടി നമസ്കരിക്കുവാൻ നാം ശ്രദ്ധിക്കുക. നാഥൻ നമുക്കതിനേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.